പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെയും, ഇതാ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അന്തരംഗതയിലും സുവിശേഷ പ്രഘോഷമാണ്. ഈ സുവിശേഷം ദൈവവുമായി സമാനം നിലനിർത്തുന്ന കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം ധരിച്ച യേശുവിന്റെ തിരുവചനം അപ്പത്തിന്റെ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഭക്ഷിക്കുവാനായി ദൈവം നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ പുനരുദ്ധാനം ആദ്യത്തെ ദർശനം മഗ്ദലമറിയത്തിന് നൽകപ്പെട്ടത് യേശു അപ്പമായി മാറിക്കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യമാണ് ശിഷ്യന്മാരെ അറിയിക്കുവാൻ ഈ മഗ്ദലമറിയത്തെ ഏൽപ്പിക്കുന്നത്. കാരണം ദൈവത്തിന്റെ വചനം തന്റെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുമ്പോൾ യേശുവിനെ അന്വേഷിക്കുന്നവളായി മാറുവാൻ അവൾക്ക് സാധിച്ചു. മറ്റൊരുവനും രക്ഷയില്ല, യേശു ക്രിസ്തുവിലല്ലാതെ മറ്റൊരുവൻ രക്ഷയില്ല എന്ന ബോധ്യം ഈശോ ഈ മഗ്ദലമറിയത്തിന് നൽകപ്പെട്ടു. അവിടെയാണ് പ്രിയ മക്കളെ നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി തിരിച്ചറിയാൻ സാധിക്കുക. യേശുവിനെ ആരന്വേഷിക്കുന്നുവോ അവർക്ക് പ്രഥമനം ദർശനം നടത്തുകയും സ്വർഗത്തിലുള്ള എല്ലാ സമ്പത്തും ദൈവം നമുക്ക് ചൊരിയപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ അനശ്വരതയിൽ കുടുങ്ങിപ്പോകാതെ അനുസരമായ ജീവിതത്തെ ലക്ഷ്യം വെച്ച് പ്രയാണം ചെയ്യുവാൻ മഗ്ദലമറിയത്തിന് സാധിച്ചതുകൊണ്ട് തന്റെ വിലയുള്ളതെല്ലാം ദൈവത്തിന് നൽകപ്പെട്ടതുകൊണ്ടാണ്. അവിടെ ആണ് യേശുവിന്റെ പാദങ്ങൾ കണ്ണീരോട് തുടക്കുകയും ആ സുഗന്ധതൈലം പൂശുകയും ചെയ്തതെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അവിടെയാണ് പ്രിയ മക്കളെ നമ്മളിലുള്ള വിലയുള്ളതെല്ലാം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു എങ്കിൽ ഈശോ നമ്മളോട് പറയും, നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു എന്ന് പരിശുദ്ധ അമ്മയെ പോലെ പറയുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം വചനം കേൾക്കുമ്പോൾ എല്ലാ മനുഷ്യനും സുവിശേഷം എത്തിക്കപ്പെടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഈ വചനം എല്ലാ മക്കളും എത്തിക്കപ്പെടുവാനും നിങ്ങളും കടപ്പെട്ടവരാണ് ബോധ്യത്തോടു കൂടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.